പോപ്പട്ടെ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഇപ്പൊ ഓഫ് ചെയ്യാം. പണി വന്നിടത്ത് ഉറങ്ങ. അയ്യോ എന്റെ അമ്മച്ചി, എന്തൊരു ക്ഷീണം എനിക്ക്. ഞങ്ങൾ ജോലി ചെയ്തായിരുന്നു, അതിന്റെ ക്ഷീണമാ ഞങ്ങൾക്ക്. നീ ഇവിടെ എന്ത് ജോലി ചെയ്തു? പിന്നെന്താ ക്ഷീണം? അതെ, ആരാ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞത്? ഈ ഒന്നും ചെയ്യാതിരുന്നതും ഈ ഞാൻ തന്നെയല്ലേ? പണി ഏതായാലും ആരും ചെയ്തില്ലല്ലോ. അഥവാ ഞാനൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ വെറുതെ ഇരുന്ന പണിയില്ലേ, അതാരാ ചെയ്തത്? ഈ വെറുതെ ഇരിക്കുന്നതും സത്യം പറഞ്ഞൊരു വലിയ പണി തന്നെയല്ലേ? ഇറ്റ്സ് എ ടീം വർക്ക് കൊച്ചളിയ. അഥവാ നമ്മൾ വെറുതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അത് ശരി, എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ട ജോലികളൊക്കെ വേണ്ടെന്ന് വെക്കണം. അത് മാത്രമല്ല, നമ്മളത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കണം. എല്ലാ ദിവസവും ഈ കട്ടിലിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. ചിലപ്പോ നമ്മൾ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. മറ്റുള്ളവർ പണിയെടുക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ തന്നെ എക്സ്പ്രഷൻ കൊടുക്കണം. ചിലപ്പോ നമ്മൾ കണ്ടു കാണും, പണി ചെയ്യുന്ന കാര്യം പറയുമ്പോ ദാ ഇതുപോലുള്ള റിയാക്ഷൻ വേണം കൊടുക്കാൻ. ദാ കണ്ടില്ലേ, നമ്മൾ ചുമ്മാ പണിയെടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെ പണി ചെയ്യണമെന്ന്. TV റിമോട്ടിനൊപ്പം ടൂത്ത് പേസ്റ്റ് ഫ്രീ. അന്തരീക്ഷത്തിൽ ഹോളി കളിക്കുന്നതിലൂടെ മുഖത്തെ പിമ്പിൾസ് മാറി കിട്ടും. മാത്രമല്ല, ബെല്ലി ഡാൻസിലൂടെ കിട്ടുന്നതാണ് സ്റ്റഡി വിസ. കൊച്ചളിയ, ഈ പോപ്പട്ട് എന്തായി പറയുന്നത്? ഞാൻ വിചാരിച്ചു നീ ഇതൊക്കെ ഒറ്റയ്ക്കാ ചെയ്യുന്നതെന്ന്. ഇതിപ്പോ നീ നിന്റെ ഭ്രാന്ത് ചേർന്നാ ചെയ്യുന്നത്. എന്തോന്ന് അൺലോജിക്കൽ, പിന്നെ മണ്ടത്തരത്തിന്റെ കൂമ്പാരവും. ഇവന്റെ തലയ്ക്കത്ത തലച്ചോറാണോ അതോ പരിപ്പ് കൊണ്ടുള്ള കിച്ചടിയോ? മതി മതി, ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. എല്ലാവരും മര്യാദയ്ക്ക് വന്ന് കിടക്ക്. നമ്മുടെ നാട് എന്തുമാത്രം ശാന്തമാണല്ലേ. ഒരു ശബ്ദവുമില്ലാത്ത സൈലന്റ് ഏരിയ. അതുകൊണ്ടാണ് നല്ല ഉറക്കം കിട്ടുന്നത്. കൂട്ടുകാരെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ വീട്ടില് പാർട്ടി നടക്കുക, അവിടെ നിന്നാ ശബ്ദം വരുന്നേ. പുതിയ അയൽക്കാർ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതെ, പുതിയതാണ്. മാത്രമല്ല, നമ്മളെ പാർട്ടിക്കും വിളിച്ചിട്ടില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. അല്ലെങ്കിലേ നീ ഒരു പണിയും ചെയ്യാതിരിക്കുക, എന്നിട്ട് പാർട്ടിക്ക് പോണെന്നാ മോഹം. അഥവാ ഞാൻ പാർട്ടിക്ക് പോയാലും ഒന്നും ചെയ്യില്ല. ബണി, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. വേഗം വാ, നമുക്ക് പോയി അവരോട് സംസാരിക്കാം. പോയൊരു ചായ ഇട്ടോണ്ട് വാ. തന്റെ വേലക്കാരല്ല, തന്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ കണ്ണ് കണ്ടൂടെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഏടോ, തനിക്ക് ചായ ഇട്ട് തരാൻ ഞങ്ങൾക്ക് എന്താ വേറെ ജോലിയില്ലേ? എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട. വിവരമില്ലാത്ത മരത്തലയന്മാർ. അതെ, ഞങ്ങൾ മരത്തലയന്മാർ. താൻ തന്റെ ജോലി നോക്ക്. ഞങ്ങളെ ചുമ്മാ കളിയാക്കുന്നുമ്പോ തന്റെ കാര്യം നോക്ക. വെറുതെ വാചകം മേടിക്കേണ്ട തന്റെ ജോലി നോക്ക്. എടോ, ചുമ്മാ വായി നോക്ക. അതിപ്പോ തന്നെ തന്റെ കാര്യം നോക്ക്. തന്റെ ജോലി നോക്കാൻ. പുറത്താരോ വന്നിട്ടുണ്ട്. പോയാ വാതിലൊന്ന് തുറക്ക്. ഞാൻ ഡാൻസിൽ റാപ്പോ മിക്സ് ആക്കും. ആരോ വന്നിട്ടുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ടിന് ഫോണിൽ ബ്ലോക്ക് ആക്കി. എന്റെ കസിനെ പാർക്കിൽ പോസ്റ്റ് ആക്കിയോ? ഇത് ഡോക്കിയാണോ അതോ ഡിസൈനാണോ? അല്ലെങ്കിൽ ഡെലിവറി ആയി വന്ന പിസയാണോ? ഇനി ട്യൂഷൻ ഇല്ല, ഞാൻ എന്ത് പറയാൻ? വായ തുറന്നേ പറ്റുള്ളൂ, പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയും. വേണ്ട, ഈ ഞാൻ തന്നെ വായ തുറന്ന് പറയാം. മിണ്ടരുത്. വേഗം പോയി വാതിൽ തുറക്കടാ. ഹായ്, നിങ്ങളുടെ പുതിയതായിരിക്കും അല്ലേ? ഞാൻ ബണ്ണി, ഇത് ഹണി, അത് പോപ്പട്ട്, ഇത് ജോർദാർ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അത് പറയൂ. ഞാനോ റോക്കാൻ, ഇവനോ റോക്ക്. ഡിജെ ബുക്ക് ചെയ്യാനാണെങ്കിൽ എഴുതണ്ട നമ്പയോ. ഞങ്ങൾ റോക്ക, ബോസിന് വിക്ക. യോ DJ Lovers in the heart. ആ മ്യൂസിക് ഓഫ് ആക്ക്. ഇവന്മാര് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എടാ, നീയൊക്കെ എന്താ ഈ കാണിച്ചത്? എന്റെ CD ആകെ നശിപ്പിച്ചല്ലോടാ. ഓ നോ, ഇനിയിപ്പൊ ഞങ്ങൾ എങ്ങനെയാ മ്യൂസിക് ഉണ്ടാക്കുന്നത്? ഇനി രാവിലെ മതി നിന്റെയൊക്കെ മ്യൂസിക്. ഞങ്ങൾ കിടന്ന് ഉറങ്ങണം. ഗുഡ് നൈറ്റ്.
താൻ പിന്നെ തുടങ്ങിയോ? മ്യൂസിക് നിർത്താനല്ലേ പറഞ്ഞേ? ഞങ്ങൾ തന്റെ CD എല്ലാം നശിപ്പിച്ചല്ലേ, പിന്നെ മ്യൂസിക് എവിടെന്നാ വരുന്നേ? പേടി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ നശിപ്പിച്ചോളൂ. പക്ഷേ ഈ പെൻഡ്രൈവ് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരു ചുക്കും സംഭവിക്കില്ല. എല്ലാ മ്യൂസിക്കും ഈ പെൻഡ്രൈവിൽ നിന്നാ വരുന്നത്. ഈ മ്യൂസിക് സിസ്റ്റം ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇനി സിസ്റ്റവും ഇല്ല, ഉറക്കം കെടുത്തുന്ന മ്യൂസിക്കും ഇല്ല. സംശയമുണ്ടോ? എന്റെ ബ്രാൻഡഡ് മ്യൂസിക് സിസ്റ്റം മൊത്തത്തിൽ നശിപ്പിച്ചു നിങ്ങൾ. ഇപ്പൊ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇതിന് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ. ഞങ്ങൾ നശിപ്പിക്കല്ലാതെ വേറെ എന്താണ് ചെയ്യുക? ഈ സമയത്ത് എല്ലാരും കിടന്ന് ഉറങ്ങും. നിങ്ങൾക്ക് അറിയില്ലേ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അതെ, തീർച്ചയായും ഇതൊക്കെ ഒരു മ്യൂസിക് ആണോ? വല്ല സിനിമ പാട്ടും വെച്ചൂടെ? സോറി. എടാ മണ്ട, ഞാൻ പറഞ്ഞു വന്നത് ഇവർ ലൗഡ് സ്പീക്കർ വച്ചിരിക്കുന്നു എന്നാണ്. അത് ശരി, എന്നാ പിന്നെ മ്യൂസിക്കിന്റെ വോളിയം കുറച്ച് വെച്ചൂടെ? നമ്മളിവിടെ മ്യൂസിക് ഉണ്ടാക്കാനല്ല, നിർത്താനാ വന്നത്. ഇനി നിങ്ങൾ ഉച്ചത്തിലെങ്ങാനും പാട്ട് വെച്ചാ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാം. പറഞ്ഞേക്കാം, പാട്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് വെക്ക്. അല്ല പിന്നെ. വാ, ഇനിയെങ്കിലും കുറച്ചു നേരത്തേക്ക് സമാധാനമായിട്ട് ഉറങ്ങാലോ. എടാ, ഇന്നലെ നമ്മുടെ അയൽക്കാർ കാരണം ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവന്മാരുടെ ബഹളം ഇല്ലാത്തോണ്ട് ഇപ്പൊ കുറച്ച് ആശ്വാസമെങ്കിലും ഉണ്ട്. ഇന്ന് അവന്മാരുടെ പാട്ട് നിർത്തണം. അതെ, വേഗം വാ. എല്ലാ സിസ്റ്റവും നശിപ്പിച്ചായിരുന്നല്ലോ, പിന്നെ ഈ പാട്ട് എവിടെന്നാ വരുന്നേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്റെ കയ്യിൽ ഈ പെൻഡ്രൈവ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാനാവില്ല. മനസ്സിലായോ? എടാ, യോമാർ ഇതുകൊണ്ടൊന്നും പഠിക്കില്ല. ഒരു പണി കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ നാട്ടിലുള്ള ജനങ്ങളെ കിടന്ന് ഉറങ്ങാൻ അവർ സമ്മതിക്കില്ല. ബണ്ണി പറഞ്ഞത് ശരിയാണ്, ഇവർ എല്ലാവരുടെയും ഉറക്കം കെടുത്തും. എന്നാലും ഈ സമയത്താണെങ്കിലും ആരും ഉറങ്ങിക്കാണില്ലല്ലോ. അവന്മാര് രാത്രി നമ്മുടെ ഉറക്കം കെടുത്തോല്ലോ, അപ്പൊ പോയാ പോരെ? എടാ മര കഴുതേ, ദിവസവും ബുദ്ധിമുട്ടാവും. സംശയമുണ്ടോ? ഓ അത് ശരി, ഇപ്പൊ എനിക്ക് പിടികിട്ടി. എങ്കിൽ വരൂ കൂട്ടുകാരെ, യുവമാരെ നമുക്ക് ഇന്നൊരു പാഠം പഠിപ്പിക്കാം. ഏ? ഓടിക്കോ. അയ്യോ, ഓടിക്കോ. വേഗം എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ബിൽഡിംഗ് എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകാം. പക്ഷെ എന്താ ഇപ്പൊ ചെയ്യാ? നമ്മൾ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പെൻഡ്രൈവ് കൈക്കലാക്കണം. ഐഡിയ, എല്ലാരും വാ. നിങ്ങളുടെ ഈ സ്കൂട്ടറിനെ ഞാൻ മ്യൂസിക് വെച്ച് ഇടിച്ച് തരിപ്പണമാക്കും. നോക്കിക്കോ. ഒരു മിനിറ്റ്, ആ തൊപ്പിക്കാരൻ എവിടെ? ഞാൻ പറഞ്ഞില്ലേ
പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഈ പെൻ ഡ്രൈവ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല മരത്തലയന്മാരെ. നിനക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമല്ലേ? ദാ കേട്ടോ. അയ്യോ വേണ്ട, ഞങ്ങളുടെ ചെവിയോട് ചോര വരും. ഇപ്പൊ നിനക്ക് മനസ്സിലായോ മറ്റുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന്? ഇനി നിന്റെ ഈ സ്പീക്കറും ഉണ്ടാവില്ല, നിന്റെ മ്യൂസിക്കും ഉണ്ടാവില്ല. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ. യോ യോ ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കണേ. ആദ്യമായിട്ട് റൈമിംഗ് ഇല്ലാതെ മാപ്പ് ചോദിക്കുന്നത് ഞങ്ങളോട് ക്ഷമിക്കണേ. എന്നോടും നിങ്ങളൊന്ന് ക്ഷമിച്ച് മാപ്പാക്കി തരണേ. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല, ക്ഷമിച്ചു കളാം. പെൺഡ്രൈവിൽ ഇനി ഞങ്ങൾ മ്യൂസിക് കേട്ടില്ല. ഞങ്ങൾക്ക് നിങ്ങൾ മാപ്പ് തരണേ. ജനങ്ങൾ ഇനി ഞങ്ങളെ പേടിക്കില്ല, മാപ്പ് തരണേ. പ്ലീസ് ക്ഷമിച്ചു എന്ന് പറ. ആർക്കെങ്കിലും ചെയ്ത തെറ്റിൽ പശ്ചാത്താപം ഉണ്ടെങ്കിൽ അതിലും വലിയ പരിഹാരം വേറെ ഇല്ല. അഥവാ നിങ്ങൾ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ആ പക്ഷെ ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഓളിയം വെച്ചാൽ മതി. സംശയമുണ്ടോ? ഞങ്ങളോട് ക്ഷമിച്ചില്ലേ, അതിനൊരു ബിഗ് താങ്ക് യു.